ഏവർക്കും സ്വാഗതം. ശാസ്ത്രീയ നൃത്തരൂപമായ മോഹിനിയാട്ടത്തിലെ യുവ നർത്തകിമാരിൽ മുൻനിരയിലാണ് പാലക്കാട് സ്വദേശിനിയായ ദിവ്യ നെടുങ്ങാടിയുടെ സ്ഥാനം. ദൃശ്യമികവാർന്ന നൃത്തച്ചുവടുകളിലൂടെ കാവാലം നാരായണ പണിക്കർ രചിച്ച കവിതകളുടെ പകർന്നാട്ടം നടത്തുകയാണ് ഈ യുവ കലാകാരി. മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ നർത്തകി കൂടിയായ ദിവ്യ നെടുങ്ങാടി സ്വന്തമായി ഒരു നൃത്തവിദ്യാലയവും നടത്തുന്നുണ്ട്. കലകൾ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന മത്സരാത്മക ലോകത്ത് വേറിട്ട പാതയിൽ സഞ്ചരിക്കുകയാണ് ദിവ്യ നെടുങ്ങാടി. ചെറുപ്രായത്തിൽ തന്നെ നൃത്തപഠനം തുടങ്ങിയ ദിവ്യ ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിൽ നിന്നും സംസ്കൃത സാഹിത്യത്തിൽ ബിരുദം നേടി. നൃത്തപഠനത്തിന് സംസ്കൃതം അനിവാര്യമാണെന്ന ഗുരു വിനീത നെടുങ്ങാടിയുടെ ഉപദേശമാണ് സംസ്കൃത പഠനത്തിലേക്ക് നയിച്ചത്. കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിലെ സംസ്കൃത പഠനവും സഹായകമായി. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും മോഹിനിയാട്ടത്തിൽ ബിരുദാനന്തര ബിരുദവും വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റും കരസ്ഥമാക്കി. ഇതോടെ ഒരു ചരിത്രം കുറിക്കുകയായിരുന്നു ഈ നർത്തകി. മോഹിനിയാട്ടത്തിൽ കാവാലത്തിന്റെ സംഭാവനകൾ എന്നതായിരുന്നു ഗവേഷണ വിഷയം. തനത് മലയാള നാടകവേദിക്ക് കാവാലം നൽകിയ സംഭാവനകൾ മലയാളിക്ക് സുപരിചിതമാണെങ്കിലും മോഹിനിയാട്ടത്തിൽ കാവാലം ചാർത്തിയ കയ്യൊപ്പുകൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന തിരിച്ചറിവാണ് ദിവ്യയെ കാവാലത്തിന്റെ രചനകളിലേക്ക് ആകർഷിച്ചത്. കാവാലം നാരായണ പണിക്കരെ നമ്മളെല്ലാവരും അറിയുന്നത് ഒരു തനത് നാടകവേദി, അല്ലെങ്കിൽ മലയാള നാടൻ പാട്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ താളങ്ങള്, അദ്ദേഹത്തിന്റെ സംസ്കൃത നാടകങ്ങൾ, അങ്ങനെയൊക്കെ അറിയാം. പക്ഷെ മോഹിനിയാട്ടം മേഖലയിൽ ഇത്രയേറെ അദ്ദേഹം വർക്ക് ചെയ്തിട്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ആ വിഷയം എടുക്കാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു വിരോധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വിഷയം സെലക്ട് ചെയ്യുന്നത്. മോഹിനിയാട്ടം പകർന്നാട്ടമാണെന്ന കാവാലത്തിന്റെ ചിന്തകൾക്ക് ഈ കലാകാരി ദൃശ്യഭംഗിയും നൽകുന്നു. സാധാരണ മോഹിനിയാട്ടം എന്നിപ്പോ നമ്മള് തിയറി ഡിഫൈൻ ചെയ്യുമ്പോൾ ഡാൻസ് ഓഫ് എൻചാൻട്രസ് എന്ന് പറയും. അത് മോഹിനികളുടെ നൃത്തം. അദ്ദേഹം ശക്തമായിട്ട് അത് എതിർത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മോഹിനികളുടെ നൃത്തമല്ല ചെയ്യുന്നത്, നിങ്ങൾ പകർന്നാടാണ് ചെയ്യുന്നത്. വിഷ്ണുവിന്റെ മോഹിനി എന്നുള്ള ഒരു മിത്തിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂ, വിരോധമില്ല. പക്ഷെ ആ മോഹിനി ഒരു സങ്കല്പമാണ്. അവിടെ വിഷ്ണു ഒരു പകർന്നാട്ടമാണ് ചെയ്യുന്നത്. കാലടി സർവകലാശാലയിൽ നൃത്താധ്യാപികയാണ് ദിവ്യ. യുവജനോത്സവ വേദി